എല്ലാവർക്കും ടെക് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ക്ലോക്ക് എന്നുള്ള ചാപ്റ്ററിൻ്റെ പാർട്ട് 2 ആണ് ഈ ഒരു ക്ലാസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പാർട്ട് 1 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രം ഈ പാർട്ട് 2 കാണാം. ഓക്കെ, അതിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ നമ്മൾ ആ ഒരു പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രമേ ഈ ഒരു ക്ലാസ് കാണാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, നമ്മുടെ ആംഗിൾസ് എല്ലാം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോർമുല അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കാൻ പോകും. ഓക്കെ, അപ്പോൾ ആംഗിൾ നമുക്ക് തീറ്റ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ആംഗിൾ നമുക്ക് തീറ്റ എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ആംഗിൾ തീറ്റ ഈക്വൽ ടു 1/2 ഇൻറ്റു 60 ഹവേഴ്സ് അല്ലെങ്കിൽ 60H മൈനസ് 11 മിനിറ്റ്സ് അല്ലെങ്കിൽ 11 m. അപ്പൊ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മുടെ ക്ലോക്കിൽ വരുന്ന സമയം അനുസരിച്ച് എന്ത് ചെയ്യാൻ പോവുക, നമ്മൾ അവ തമ്മിലുള്ള ആംഗിൾസ് നമ്മൾ കണ്ടെത്തുക. ഇവിടെ നോക്കാം, ആംഗിൾ തീറ്റ ഈക്വൽ ടു 1/2 ഇൻറ്റു 60H മൈനസ് 11 m. അപ്പോൾ ഈ H റെപ്രസെന്റ് ചെയ്യുന്നത് ഹവേഴ്സ്. എക്സാമ്പിൾ, ഇപ്പോൾ 2 മണി 40 മിനിറ്റ് വിചാരിക്കാം. 2 മണി 40 മിനിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 60 ഹവേഴ്സ് എന്ന് പറഞ്ഞാൽ 60 ഇൻറ്റു എത്രയാണ് ഹവേഴ്സ്? 2. ഓക്കെ, അപ്പൊ 60 ഇൻറ്റു 2 മൈനസ് മിനിറ്റ് എന്ന് പറഞ്ഞാൽ 40 മിനിറ്റ് അല്ലെ. 2:40 എന്ന് പറഞ്ഞാൽ 40 മിനിറ്റ്സ്. അപ്പോൾ 11 ഇൻറ്റു 40. അപ്പൊ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇനി ക്ലോക്കിലെ സമയം പറയുന്ന സമയത്ത് ആ സമയത്തിൽ മണിക്കൂർ സൂചിയും അതുപോലെ തന്നെ മിനിറ്റ് സൂചിയും തമ്മിലുള്ള ആംഗിൾ നമ്മൾ കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ബോർഡിൽ ക്വസ്റ്റ്യൻ കാണാം. ഓക്കെ, വാട്ട് വിൽ ബി ദ അപ്പോൾ നിങ്ങൾക്ക് ബോർഡിൽ ഒരു ക്വസ്റ്റ്യൻ കാണാം. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. വാട്ട് വിൽ ബി ദ അക്യൂട്ട് ആംഗിൾ ബിറ്റ്വീൻ ഹാൻഡ്സ് ഓഫ് ദ ക്ലോക്ക് അറ്റ് 6:18? എന്താ ചോദിച്ചത്? വാട്ട് വിൽ ബി ദ അക്യൂട്ട് ആംഗിൾ. എന്താണ് അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ? 90 ഡിഗ്രിയേക്കാളും ചെറിയ ആംഗിൾ ആണ് അക്യൂട്ട് ആംഗിൾ. അതുപോലെ തന്നെ ഒബ്റ്റ്യൂസ് ആംഗിൾ ഉണ്ട്. 90 ഡിഗ്രിയേക്കാളും മേലെ വരുന്ന ആംഗിൾ ആണ് ഒബ്റ്റ്യൂസ് ആംഗിൾ. അതുപോലെ ഈക്വൽ ടു 90 ഡിഗ്രി വരുന്ന ആംഗിൾ ആണ് റൈറ്റ് ആംഗിൾ. ഓക്കെ, ഒബ്റ്റ്യൂസ് ആംഗിൾ, റൈറ്റ് ആംഗിൾ, അക്യൂട്ട് ആംഗിൾ. അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയേക്കാളും താഴെ വരുന്ന ആംഗിൾ ആണ് അക്യൂട്ട് ആംഗിൾ. 90 ഡിഗ്രി മേലെ വരുന്ന ആംഗിൾ ആണ് ഒബ്റ്റ്യൂസ് ആംഗിൾ. ഈക്വൽ ടു 90 ഡിഗ്രി ആയത് റൈറ്റ് ആംഗിൾ. ഓക്കെ, വേണമെങ്കിൽ അത്രയും കാര്യം ആ 3 പോയിന്റ് കൂടി നോട്ട് ചെയ്ത് കേട്ടോ. അക്യൂട്ട് ആംഗിൾ, റൈറ്റ് ആംഗിൾ, ഒബ്റ്റ്യൂസ് ആംഗിൾ. ഓക്കെ, acute angle, right angle, obtuse angle. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വിൽ ബി ദ acute angle between hands of the clock at 6:18? 6:18 അല്ലെ, 6 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആവുന്ന സമയത്ത് ആ ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള ആംഗിൾ എത്രയാണ് നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കാം. 6:18. ഓക്കെ, ക്വസ്റ്റ്യന് മീനിങ് മനസ്സിലായല്ലോ. ആ ക്ലോക്കിലെ 2 ഹാൻഡ്സ് തമ്മിലുള്ള ആംഗിൾ 6:18 ആവുന്ന സമയത്ത് എത്രയായിരിക്കും? അപ്പൊ നോക്കാം, നമ്മളിവിടെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലേ. ആംഗിൾ തീറ്റ ഈക്വൽ ടു 1/2 ഇൻറ്റു 60 ഹവേഴ്സ് മൈനസ് 11 മിനിറ്റ്. നമ്മൾ എന്ത് എഴുതാം? ഇക്വേഷനിലേക്ക് നമ്മുടെ ഈ വാല്യൂസ് കൊടുക്കുക. നമ്മൾ 1/2 എഴുതി ഇൻറ്റു 60 ഇൻറ്റു H. ഇവിടെ H ഏതാ വരിക? H എന്ന് പറഞ്ഞാൽ 6:18 ആണ് അല്ലെ, 6 മണി. അപ്പൊ 6 ആണ് ഇവിടെ H ആയിട്ട് വരിക. നമ്മൾ എന്ത് ചെയ്യാം? 60H ആകുമ്പോൾ 60 ഇൻറ്റു H 6 ആണ്, മൈനസ് 11 ഇൻറ്റു M ഫോർ മിനിറ്റ്സ്. ഇവിടെ 6 മണി കഴിഞ്ഞ് 18 മിനിറ്റ്സ്. എത്രയായിരിക്കും? M 18. ക്ലിയർ? നമ്മൾ ഇക്വേഷനിലേക്ക് നമ്മുടെ വാല്യൂസ് കൊടുത്തു. അപ്പോൾ 1/2 ഇൻറ്റു 60 ഇൻറ്റു 6 മൈനസ് 11 ഇൻറ്റു 18 കിട്ടി. ബാക്കി നോക്കാം. 1/2 ഇൻറ്റു
60 × 6 അല്ലെ, 60 × 6 6 36, ഒരു 0 ഇടാം, 360 മൈനസ് 11 × 18 അല്ലെ, 11 × 18 പറഞ്ഞാൽ 10 × 18 180 ആയിരിക്കും. അപ്പൊ 11 × 18 എത്ര ആയിരിക്കും? 180 പ്ലസ് 18 198. ഓക്കെ, 360 മൈനസ് 198 ഇൻറ്റു 1/2. അപ്പൊ നമുക്കറിയാം 360 198 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടുക? 162 ആയിരിക്കും. ഓക്കെ, അതായത് 360 200 കുറച്ചാൽ നമുക്ക് 160 കിട്ടും. പിന്നെ എന്ത് ചെയ്യണം? രണ്ടും കൂടി കുറയ്ക്കണം. അപ്പൊ എന്ത് ചെയ്യണം? 162 ആകും. അപ്പോ 1/2 ഇൻറ്റു 162 ആകും. ഓക്കെ, അപ്പൊ നമുക്കറിയാം 162/2 അല്ലെ, ഇങ്ങനെ ക്യാൻസൽ ചെയ്യാം. 8 2 16, ഒരു 2 2. അപ്പൊ നമ്മുടെ ആംഗിൾ എത്രയാണ്? നമുക്ക് 81 ഡിഗ്രി ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, നമ്മൾ ചെയ്തത് മനസ്സിലായി വിചാരിക്കുന്നു അല്ലെ. സമയം 6:18 ആവുന്ന സമയത്ത് ആ ഒരു മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും തമ്മിലുള്ള ആംഗിളാണ് നമ്മൾ ചോദിച്ചുള്ളത്. നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഇക്വേഷനിലേക്ക് നമ്മൾ ആ ഒരു വാല്യൂസ് കൊടുത്തു. ഓക്കെ, ഞാൻ പറയാൻ പോകുന്നത് നമ്മളിപ്പോ ഈ ഒരു ആംഗിൾ നമ്മൾ എങ്ങനെ മെഷർ ചെയ്തത്? നമ്മൾ ആ ഒരു ഇക്വേഷൻ വെച്ചാണ് നമ്മൾ കണ്ടെത്തിയുള്ളത്. ഇനി എന്ത് ചെയ്യാം? നമുക്ക് അഥവാ നമ്മൾ ഇക്വേഷൻ മറന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ ആ ഒരു ലോജിക്ക് വെച്ച് അല്ലെ, നമ്മൾ ഇത്രയും കാലം ക്ലോക്ക് കണ്ടിട്ടും ആ ഒരു ഓർമ്മ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് ബേസിക് അറിയിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് പഠിച്ച കാര്യങ്ങൾ, അതായത് ഒരു മിനിറ്റ് ഹാൻഡ് എത്ര ഡിഗ്രി സഞ്ചരിക്കും, അതുപോലെ തന്നെ ഒരു മിനിറ്റിൽ അവർ ഹാൻഡ് എത്ര ഡിഗ്രി സഞ്ചരിക്കും, അത്രയും കാര്യങ്ങൾ നമുക്ക് ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കണം. അതായത് നമുക്കറിയാം ഒരു മിനിറ്റ് ഹാൻഡ് 6 ഡിഗ്രിയാണ് സഞ്ചരിക്കുന്നത്. അതുപോലെ ഒരു മിനിറ്റിൽ അവർ ഹാൻഡ് 1/2 ഡിഗ്രിയാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ജസ്റ്റ് സമയം 6:18 ആക്കാം. സമയം 6:18. ഓക്കെ, 6:18 അല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ സമയം അല്ലെ, നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചുള്ള സമയം 6:18. ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ടല്ലോ 6:18. അതായത് കൂടെ നോക്കാം, നമ്മുടെ ക്ലോക്ക് ഇരിക്കട്ടെ. ഓക്കെ, സമയം 6:18. 6:18 ആകുമ്പോൾ ഇത് 4, ഇത് 5 എഴുതാം, ഇത് 7 8. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇങ്ങനെ സമയം കൂടുന്തോറും എന്ത് ചെയ്യും? ഓരോ മിനിറ്റ് കഴിയുന്തോറും നമ്മുടെ ഇപ്പൊ സമയം 6 മണിന്റെ സമയത്ത് കറക്റ്റ് 6ന്റെ കൂടെ ആയിരിക്കും എന്ത് ചെയ്യുക? നമ്മുടെ മണിക്കൂർ സൂചി നിൽക്കുക. പിന്നെ ഓരോ മിനിറ്റ് കഴിയുന്തോറും എന്ത് ചെയ്യും? മണിക്കൂർ സൂചി പതുക്കെ നീങ്ങി തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഏകദേശം 6:18 ആകുമ്പോൾ കുറച്ചൊരു പകുതിന്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇത് നിങ്ങൾക്ക് സാധാരണ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, നമ്മളത് പഠിക്കാണ്ട് നോക്കാം. 6:18 അപ്പൊ ഏകദേശം ഇങ്ങനെയായിരിക്കും 6:18 ആവുന്ന സമയത്ത് നമ്മുടെ ക്ലോക്കിലെ സൂചികൾ ഉണ്ടായിരിക്കുക. അപ്പൊ നമ്മൾ ഈ ഒരു മെത്തേഡ് പഠിക്കുന്നത് എന്തിനാ വെച്ചാൽ, നമ്മളിപ്പോ ഇക്വേഷൻ മറന്നുപോയി വിചാരിക്കുക. എക്സാം സമയത്ത് നമുക്ക് ഡൗട്ട് വന്നു, 1/2 ആണോ, × 2 ആണോ, 60 × h ആണോ, അല്ലെങ്കിൽ 60 × m ആണോ, 11 × 6 ആണോ, അല്ലെങ്കിൽ 11 × h ആണോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നു വിചാരിക്കാം. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു ലോജിക്ക്, നമ്മുടെ ഒരു ക്ലോക്കിന്റെ നമുക്ക് ബേസിക് ആയിട്ട് അറിയുന്ന ഒരു ലോജിക്ക് വെച്ച് എന്ത് ചെയ്യാം? നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. അപ്പൊ ഞങ്ങളുടെ ജസ്റ്റ് ക്ലോക്കിൽ നമ്മുടെ സമയം 6:18. ഓക്കെ, 6:18 ജസ്റ്റ് ക്ലോക്കിൽ നമ്മൾ ഇവിടെ വരച്ചിട്ടുണ്ട്. ഏകദേശം ഇങ്ങനെ ആയിരിക്കും നമ്മുടെ അവർ ഹാൻഡും അതുപോലെ മിനിറ്റ് ഹാൻഡും ആ ഒരു പൊസിഷനിലായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ ഒരു ആംഗിളാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ, അക്യൂട്ട് ആംഗിളാണ് ചോദിച്ചിട്ടുള്ളത്. അക്യൂട്ട് ആംഗിൾ മീൻസ് 90 ഡിഗ്രിയേക്കാളും ചെറിയ ആംഗിളാണ് അക്യൂട്ട് ആംഗിൾ. അതായത് ഈ ആംഗിൾ അല്ല, എക്സ്റ്റേണൽ ആംഗിൾ അല്ലെങ്കിൽ റിഫ്ലക്സ് ആംഗിൾ അല്ല നമ്മൾ കണ്ടെത്തേണ്ടത്. ഏത് ആംഗിളാണ്? നമ്മുടെ അക്യൂട്ട് ആംഗിൾ മീൻസ് ഇന്റേണൽ ആംഗിൾ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, കാരണം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ എക്സാമിന്റെ ഓപ്ഷൻസിൽ എന്തുണ്ടായിരിക്കും? ഇവിടെ വരുന്ന ഈ എക്സ്റ്റേണൽ ആംഗിളിന്റെ ആ ഒരു ആൻസറും ഓപ്ഷനിൽ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കും ശ്രദ്ധിക്കുക. അതിൽ അക്യൂട്ട് ആംഗിൾ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയേക്കാളും കുറഞ്ഞ ആംഗിളാണ് അക്യൂട്ട് ആംഗിൾ അല്ലെ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഇന്റേണൽ ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? 180 ഡിഗ്രിയിലും കുറവായിരിക്കും. അപ്പൊ ഈ ഒരു കേസിൽ ഇത് എക്സ്റ്റേണൽ ആംഗിൾ ആണ്, ഇതാണ് നമ്മുടെ ഇന്റേണൽ ആംഗിൾ. അതായത് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ഇന്റേണൽ ആംഗിൾ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ?
ഇനി നോക്കാം നമ്മൾ എങ്ങനെയാണ് ലോജിക് ഉപയോഗിച്ച് ഈ ഒരു പ്രോബ്ലം നമ്മൾ കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മുടെ ക്ലോക്കിൽ ഇങ്ങനെയായിരിക്കും സൂചികൾ ഉണ്ടായിരിക്കുക. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇത്രയും വരുന്ന ഒരു ആംഗിൾ അല്ലേ, 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഡിജിറ്റിൽ നിന്ന് അടുത്ത ഡിജിറ്റ് വരുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. ഓക്കെ, ഇത് 30 ഡിഗ്രിയാണ്, ഇതും 30 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി ഇതും 30 ഇതും 30, ടോട്ടൽ എത്രയായി? 30 + 30 60 ഡിഗ്രി. ഓക്കെ, പിന്നെ നോക്കാം ഇവിടുന്ന് 6:18 ആവുമ്പോൾ എന്തായിരിക്കും? 4 6:20 ആയി അല്ലെ, 6:20 ആയി. അപ്പോൾ ഇതിന്റെ 1 മിനിറ്റ് 2 മിനിറ്റ് മുന്നെയാണ് 6:18 എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 6:18 എന്ന് പറഞ്ഞാൽ അതിന് തൊട്ട് 2 മിനിറ്റ് മുന്നേ. അതായത് നമ്മൾ പറഞ്ഞു ഈ ഇത്രയും വരുന്ന ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി. പ്ലസ് എന്ത് ചെയ്യുക, ഇവിടെ 2 മിനിറ്റ് ബാക്കോട്ടാണ്, അതായത് അത്രയും ആംഗിളിന്റെ ഇത് കൂടും, ഡിസ്റ്റൻസ് കൂടും അല്ലെ, ആംഗിൾ കൂടും. 2 മിനിറ്റിന്റെ ആംഗിൾ വീണ്ടും കൂടും. നമുക്കറിയാം 1 മിനിറ്റിൽ നമ്മുടെ മിനിറ്റ് സൂചി സഞ്ചരിക്കുന്നത് 6 ഡിഗ്രിയാണ്. അപ്പൊ 2 മിനിറ്റിൽ എത്ര ആയിരിക്കും? 6 × 2 12 ഡിഗ്രി ആയിരിക്കും സഞ്ചരിക്കുക. ഓക്കെ, അപ്പോൾ അതിനർത്ഥം പ്ലസ് 12 ഡിഗ്രിയും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 60 + 12 ആയി. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കറിയാം സമയം 6 മണി ആകുമ്പോൾ നമ്മുടെ 6ന്റെ നേരെ ആയിരിക്കും നമ്മുടെ ഈ ചെറിയ സൂചി അല്ലെങ്കിൽ മണിക്കൂർ സൂചി ഉണ്ടായിരിക്കുക. പിന്നെ ഓരോ മിനിറ്റ് കഴിയുന്തോറും എന്ത് ചെയ്യും? ആ ഒരു ആംഗിൾ ആ ഒരു സൂചി എന്ത് ചെയ്യും? 7ന്റെ അടുത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇപ്പൊ എന്തായിട്ടുണ്ട്? സമയം 6 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിട്ടുണ്ട്. അതിന്റെ അർത്ഥം 18 മിനിറ്റ് കൊണ്ട് ഈ സൂചി 6ൽ നിന്നും എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും? ആ ഒരു ആംഗിളും കൂടി എന്ത് ചെയ്യാം? ഇവിടെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ഈ ഒരു ആംഗിൾ നമുക്ക് കിട്ടും. പറഞ്ഞ മനസ്സിലായോ? അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ, നമ്മുടെ ഹവർ ഹാൻഡ് 1 മിനിറ്റിൽ സഞ്ചരിക്കുന്ന ദൂരം എത്രയാണ്? 1/2 ഡിഗ്രിയാണ് അല്ലെ. നമ്മൾ ഫസ്റ്റ് പഠിച്ചതാണ് നമ്മുടെ ഹവർ ഹാൻഡ് 1 മിനിറ്റ് സഞ്ചരിക്കുന്നത് 1/2 ഡിഗ്രിയാണ്. അപ്പൊ ഇവിടെ 18 മിനിറ്റ് ആയിട്ടുണ്ട് അല്ലെ, 6 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ 18 മിനിറ്റ് എത്ര ഡിഗ്രി സഞ്ചരിക്കും? 18 × 1/2 അല്ലെ, 18 × 1/2 എന്ന് പറഞ്ഞാൽ 18/2, അതായത് 9 ഡിഗ്രി സഞ്ചരിച്ചിട്ടുണ്ടായിരിക്കും. 9 ഡിഗ്രി സഞ്ചരിച്ചിട്ടുണ്ടായിരിക്കും. ക്ലിയർ? അതായത് ഇവർ 6ൽ നിന്നും 7ന്റെ അടുത്തേക്ക് വരുന്ന ഇത്രയും ദൂരം ഒരു 9 ഡിഗ്രിയും കൂടി ഇവിടെ സഞ്ചരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം? ഇതിന്റെ കൂടെ ആ ഒരു 9 ഡിഗ്രി കൂടി നമ്മൾ ആഡ് ചെയ്യാം. ഇപ്പൊ എന്തായി? ഈ രണ്ട് സൂചികൾ തമ്മിലുള്ള ടോട്ടൽ ആംഗിൾ നമ്മൾ കൂട്ടിക്കഴിഞ്ഞു. 60ഉം 12ഉം 72, 72ഉം 9ഉം നമ്മുടെ 81 ഡിഗ്രി. നമുക്ക് ഇവിടെ കിട്ടിയ ആ സെയിം ആൻസർ കിട്ടി. ഓക്കെ, നമ്മൾ എന്തിനാ ഇത് പഠിച്ചത്? അഥവാ നമ്മുടെ ഇക്വേഷൻ എന്തെങ്കിലും മറന്നുപോയി അല്ലെ, നമ്മൾ റിവൈസ് ചെയ്യാൻ വിട്ടുപോയി, നമ്മുടെ എക്സാമിന്റെ മുന്നേ നമ്മൾ റിവൈസ് ചെയ്യാൻ വിട്ടുപോയി വിചാരിക്കാം, നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ബേസിക് കാര്യങ്ങൾ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്കിനി ബാക്കി നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക, സ്ക്രീനിൽ കാണാം. What will be the reflex angle between the hands of the clock at 4:30 PM? എന്താ ചോദിച്ചത്? What will be the reflex angle? അല്ലെ, റിഫ്ലക്സ് ആംഗിൾ പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഇന്റേണൽ ആംഗിളിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ, അതായത് എക്സ്റ്റേണൽ ആംഗിളിനെയാണ് നമ്മൾ റിഫ്ലക്സ് ആംഗിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് റിഫ്ലക്സ് ആംഗിൾ ആണ് കണ്ടെത്തേണ്ടത്. അതിന് സമയം എത്ര പറഞ്ഞിട്ടുണ്ട്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എഴുതാം. 4:30 4:30 ആണ് നമ്മുടെ സമയം പറഞ്ഞുള്ളത്. നമ്മൾ കണ്ടെത്തേണ്ടത് റിഫ്ലക്സ് ആംഗിൾ ആണ്. ഓക്കെ, നമ്മൾ കണ്ടെത്തേണ്ടത് റിഫ്ലക്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആംഗിൾ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, റിഫ്ലക്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആംഗിൾ. സമയം 4:30. നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റില്ല. ആംഗിൾ തീറ്റ ഈക്വൽ ടു എങ്ങനെ എഴുതാം? 1/2 × 60 ഹവർ മൈനസ് 11 മിനിറ്റ്. ഈ ഇക്വേഷൻ ഇപ്പോൾ തന്നെ ബൈഹാർട്ട് ആക്കുക. 60H മൈനസ് 11M. നമുക്ക് ഇക്വേഷൻ വേണമെങ്കിൽ /2 എന്ന് എഴുതാം അല്ലെ. ഇവിടെ 1/2 എന്ന് പറയുന്നത് ടോട്ടൽ ഡിവൈഡ് ബൈ 2 എന്ന് എഴുതിയാലും മതി. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ എഴുതി 1/2 × 60 × H എന്ന് പറയുമ്പോൾ ഹവർ 4 മണി. 60 × 4 മൈനസ് 11 × M ഫോർ മിനിറ്റ്. 4 മണി 30 മിനിറ്റ്. 11 × 30 എത്ര കിട്ടും? 1/2 × 60 × 4 240 മൈനസ് 11 × 30. 11 × 3 33 ആണ്. അപ്പൊ 11 × 30 330.
ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് കിട്ടിയത് 1/2 ഇൻറ്റു 240 മൈനസ് 330, അതായത് 60 30 90 മൈനസ് 90/2 അല്ലെ. 240 330 കുറച്ചാല് മൈനസ് 90 ആയിരിക്കും. ഓക്കെ, ചെറിയ സംഖ്യ വലിയ സംഖ്യ കുറച്ചാൽ മൈനസ് വരും അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യുക, വലിയ സംഖ്യ ചിഹ്നം ചേർക്കാം. 330 240 കുറയ്ക്കുക, എത്ര കിട്ടും? 90 കിട്ടും. അപ്പൊ മൈനസ് 90/2 മൈനസ് 45 ഡിഗ്രി. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? റിഫ്ലക്സ് ആംഗിൾ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത് അല്ലെ. റിഫ്ലക്സ് ഓക്കെ, ഞാൻ നെക്സ്റ്റ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. റിഫ്ലക്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആംഗിൾ നമുക്ക് കണ്ടെത്താനുള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, നമ്മുടെ 180 ഡിഗ്രിയേക്കാളും മേലെ വരുന്ന ആംഗിൾ ആണ് നമ്മുടെ റിഫ്ലക്സ് ആംഗിൾ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആംഗിൾ. ഇവിടെ നമുക്ക് എത്ര കിട്ടിയത്? 45 ഡിഗ്രി കിട്ടിയത്. അതായത് നമ്മുടെ ക്ലോക്കില് സമയം 4:30 ആവുന്ന സമയത്ത് അല്ലെ, 4:30 ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന ഈ ഒരു ആംഗിൾ നമുക്ക് മെഷർ ചെയ്യേണ്ടത് അല്ലെ. 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ അകത്തുള്ള ആംഗിളാണ് കിട്ടിയത്, ഇന്റേണൽ ആംഗിൾ ആണ് കിട്ടിയത്. നമുക്ക് ഏതാണ് മെഷർ ചെയ്യേണ്ടത്? ഈ വരുന്ന എക്സ്റ്റീരിയർ അല്ലെങ്കിൽ എക്സ്റ്റേണൽ അല്ലെങ്കിൽ റിഫ്ലക്സ് ആംഗിൾ നമുക്ക് അറിയേണ്ടത്. അതെങ്ങനെ കിട്ടും? നമ്മുടെ സർക്കിളിന്റെ ടോട്ടൽ ആംഗിൾ എത്രയാണ്? അകത്തുള്ള ടോട്ടൽ ആംഗിൾ 360 ഡിഗ്രിയാണ്. ആ 360 ഡിഗ്രി എന്ത് ചെയ്യുക? ഇത്രയും വരുന്ന ഈ ഒരു 45 ഡിഗ്രി കുറയ്ക്കുക. എത്ര കിട്ടുക? 360 മൈനസ് 40 320, 320 മൈനസ് 5 315 ഡിഗ്രി. ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ 315 ഡിഗ്രി ആയിരിക്കും. റിഫ്ലക്സ് ആംഗിൾ 315 ഡിഗ്രിയും ഇന്റേണൽ ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കും. നമ്മൾ ഈ മൈനസിനോടെ ബോധറേണ്ട ആവശ്യമില്ല, കാരണം ആംഗിൾ ആണ്. അപ്പൊ എന്ത് ചെയ്യണ്ട, ഇതിന്റെ അകത്ത് വരുന്ന ആംഗിൾ അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആ ഒരു മൈനസ് നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായി? ക്ലിയർ? ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അറ്റ് വാട്ട് ഡിഗ്രി വിൽ ആൻ ആംഗിൾ ബി മെയ്ഡ് അറ്റ് 11:50 മിനിറ്റ്സ്? അറ്റ് വാട്ട് ഡിഗ്രി, അതിന് ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ 11:50 ആവുന്ന സമയത്ത്, നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ എഴുതാം. 11:50 ആകുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ രണ്ട് നമ്മുടെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള ആംഗിൾ ആണ് നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത്. ഇക്വേഷനിലേക്ക് കൊടുക്കുക അല്ലെ. 1/2 തീറ്റ ഈക്വൽ ടു 1/2 ഇൻറ്റു 60 ഇൻറ്റു എച്ച്. ഇവിടെ എച്ച് എത്ര ആയിരിക്കും? 11 ആയിരിക്കും. 60 ഇൻറ്റു എച്ച് മൈനസ് 11 ഇൻറ്റു മിനിറ്റ്, 11 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. അപ്പൊ 11 ഇൻറ്റു 50 എന്തെഴുതാം? 1/2 ഇൻറ്റു 60 ഇൻറ്റു 11. എങ്ങനെ ചെയ്യാം? 11 ഇൻറ്റു 6 66 ആണ്. ഇന്നൊരു 0 ഇടുക. മൈനസ് 11 ഇൻറ്റു 50 എങ്ങനെ ചെയ്യാം? 11 ഇൻറ്റു 5 55 ആണ്. ഒരു 0 ഇടുക. എത്ര കിട്ടും? 660 മൈനസ് 550 110 ഡിവൈഡ് ബൈ 2 ചെയ്യാം. 55 ഡിഗ്രി ആയിരിക്കും നമ്മുടെ ആൻസർ. ക്ലിയർ? ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മുടെ ഓപ്ഷനിൽ കാണുന്ന പോലെ 55 ഡിഗ്രി ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ, നമ്മുടെ ആംഗിൾ കണ്ടെത്താനുള്ള ആ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് മനസ്സിലായല്ലോ. നമുക്ക് ഒന്നെങ്കിൽ ഇക്വേഷൻ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ഈ ക്ലോക്കിന്റെ ഐഡിയ വെച്ച് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇക്വേഷൻ പഠിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം എന്താണ്, ഇവിടെ നമ്മൾ കൂട്ടുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഫസ്റ്റ് 60 ഡിഗ്രി കണ്ടെത്തി, പിന്നെ 12 ഡിഗ്രി കണ്ടെത്തി, പിന്നെ ഇവിടെ വരുന്ന ഒരു 9 ഡിഗ്രി നമ്മൾ കണ്ടെത്തി. ഇതിൽ ഏതെങ്കിലും ഒരു ആംഗിൾ നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ എക്സാമിന്റെ സമയത്ത് നമ്മൾ ധൃതി പിടിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ വിട്ടുപോകും. അങ്ങനെ സംഭവിച്ചാൽ എന്തോ നമ്മുടെ ആൻസർ തെറ്റിപ്പോകും. കാരണം നമുക്ക് തെറ്റി കിട്ടുന്ന ആൻസറും എവിടെ ഉണ്ടായിരിക്കും? നമുക്ക് തരുന്ന ABCD 4 ഓപ്ഷൻ അല്ല, അല്ലെങ്കിൽ 5 ഓപ്ഷൻ ആണെങ്കിൽ ആ 5 ഓപ്ഷനിൽ നമുക്ക് തെറ്റിയാൽ കിട്ടുന്ന ഉത്തരവും ആ ഓപ്ഷനിൽ ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് പല രീതിയിൽ തെറ്റുമ്പോൾ കിട്ടുന്ന എല്ലാ ആൻസറും എന്തായിരിക്കും? ആ ഒരു ഓപ്ഷനിൽ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ ആൻസർ കിട്ടി, ഓപ്ഷനിൽ ഉണ്ടല്ലോ, അത് റൈറ്റ് ആൻസർ ആയിരിക്കും നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. കാരണം നമുക്ക് തെറ്റി കിട്ടുന്ന ആൻസർ എപ്പോഴും എന്തിലുണ്ടായിരിക്കും? നമ്മുടെ ഓപ്ഷൻസിൽ ഉണ്ടായിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം ഈ ഒരു ഇക്വേഷൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അഥവാ നമ്മൾ എന്ത് ചെയ്യാം? ഇക്വേഷൻ മറന്നുപോയി, ഇപ്പൊ എന്ത് ചെയ്യുക? നമ്മൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. ശ്രദ്ധിക്കണം, ഓരോ ആംഗിൾ നമ്മൾ വിട്ടുപോകരുത്. ക്ലിയർ? നമ്മൾ എന്ത് പഠിച്ചു? ക്ലോക്കിന്റെ അകത്ത് സമയം പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയങ്ങൾ തമ്മിലുള്ള സമയത്തിൽ വരുന്ന ആ രണ്ട് സൂചികൾ തമ്മിലുള്ള ആംഗിൾ നമ്മൾ കണ്ടെത്താൻ പഠിച്ചു. ഓക്കെ, നമുക്ക് ബാക്കി നോക്കാം. നമുക്കൊരു ക്വസ്റ്റ്യൻ ഇവിടെ നോക്കാം.
ഒരു ക്വസ്റ്റ്യൻ നോക്കുക, സ്ക്രീനിൽ കാണാം. വാട്ട് വിൽ ബി ദ റിഫ്ലക്സ് ആംഗിൾ ബിറ്റ്വീൻ ദ ഹാൻഡ്സ് ഓഫ് ദ ക്ലോക്ക് അറ്റ് 12:20? അല്ലെ, ഇവിടെ റിഫ്ലക്സ് ആംഗിൾ നമുക്ക് കണ്ടെത്തേണ്ടത് അല്ലെ, 12:20 ആവുന്ന സമയത്തുള്ള റിഫ്ലക്സ് ആംഗിൾ. ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്യാം, നമ്മുടെ ഇക്വേഷനിലേക്ക് കൊടുക്കുക. തീറ്റ ഈക്വൽ ടു 1/2 ഇൻറ്റു 60 ഇൻറ്റു h എത്രയായിരിക്കും? 12 ആയിരിക്കും. m 20 ആയിരിക്കും. 60 ഇൻറ്റു 12 മൈനസ് 11 ഇൻറ്റു m 20 ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, 1/2 ഇൻറ്റു 60 ഇൻറ്റു 12. ഇപ്പൊ എന്ത് ചെയ്യാം, 12 ഇൻറ്റു 6 ചെയ്യാം. 6 10 60, 6 2 12, 72. 72ന്റെ കൂടെ ഒരു 0 ഇടുക. മൈനസ് 11 ഇൻറ്റു 20, 11 ഇൻറ്റു 2 22 ആണ്. അപ്പോൾ 220. അപ്പോൾ 1/2 ഇൻറ്റു 720 മൈനസ് 220. 1/2 ഇൻറ്റു ഇവിടെ നോക്കാം, 720 മൈനസ് 220 എത്ര കിട്ടും? 500 കിട്ടും അല്ലേ. അപ്പോൾ 1/2 ഇൻറ്റു 500, അതായത് 500/2 എത്രയായിരിക്കും? 250 ഡിഗ്രി ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ 250 ഡിഗ്രി അവിടെ റിഫ്ലക്സ് ആംഗിൾ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആംഗിൾ ആണ് 250 ഡിഗ്രി. അതേസമയം അതിന്റെ ഇന്റേണൽ ആംഗിൾ എത്രയായിരിക്കും? 250 ആണെങ്കിൽ 360 മൈനസ് 250 ചെയ്ത് നോക്കുക, എത്ര കിട്ടും? 110 ഡിഗ്രി ആയിരിക്കും ഇന്റേണൽ ആംഗിൾ. ക്ലിയർ? നമ്മൾ ഒരു 4 ടൈപ്പ് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ മണിക്കൂർ സൂചിയും അതുപോലെ മിനിറ്റ് സൂചിയും തമ്മിൽ ഉള്ള ആംഗിൾസ് കണ്ടെത്താനുള്ള ഒരു 4 ടൈപ്പ് പ്രോബ്ലംസ് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി ബാക്കി നോക്കാം. അതുപോലെ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കാം. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം കേട്ടോ, സ്ക്രീനിൽ കാണാം നമ്മുടെ ക്വസ്റ്റ്യൻസ്. നമ്മളിപ്പോൾ ഏതൊക്കെ ചെയ്തു? 6-18 ചെയ്തു. രണ്ടാമത്തത് 6-18, മൂന്നാമത്തത് 11-50, നാലാമത്തത് 12-20. രണ്ടാമത്തെ എവിടെ പോയി? ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കാം. 4:35 നമ്മൾ ചെയ്തില്ലല്ലോ. ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വിൽ ബി ദ റിഫ്ലക്സ് ആംഗിൾ ബിറ്റ്വീൻ ദ ഹാൻഡ്സ് ഓഫ് ദ ക്ലോക്ക് അറ്റ് 4:35? അപ്പം സ്ക്രീനിൽ കാണാം. 4:35 ആകുമ്പോൾ ആ ഒരു റിഫ്ലക്സ് ആംഗിൾ മെഷർ ചെയ്യാം. ഒന്നുകിൽ ഇക്വേഷൻ വെച്ച് ചെയ്യുക, എന്ത് ചെയ്യുക, മാക്സിമം ഇക്വേഷൻ ഉപയോഗിച്ച് തന്നെ ചെയ്യുക. കാരണം സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ കോമ്പറ്റീറ്റീവ് എക്സാമിൽ സമയം എന്ന് പറയുന്നത് വളരെ വലിയൊരു ഫാക്ടറാണ്. ഓക്കെ, കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ആൻസേഴ്സ് കറക്റ്റായി ചെയ്യുന്നവരായിരിക്കും എന്ത് ചെയ്യുക, നമ്മുടെ റാങ്കിൽ മുന്നോട്ട് വരിക. ഓക്കെ, നമുക്കിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ആർക്കെങ്കിലും ഒരു ചെറിയൊരു കുട്ടിക്ക് കൊടുത്താൽ ആ കുട്ടിക്ക് 10-15 മിനിറ്റ് കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ സിമ്പിളായി ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ സമയം ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ കോമ്പറ്റീറ്റീവ് എക്സാം, അതായത് മത്സര പരീക്ഷയിൽ നമ്മൾ ശ്രദ്ധിക്കണം, ടൈം മാനേജ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ക്ലിയർ? അതായത് കുറഞ്ഞ സമയം കൂടുതൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക, കറക്റ്റ് ആയിട്ട് 100% ആക്യുറസിയോട് എന്ത് ചെയ്യുക, നമ്മൾ ആൻസർ ചെയ്യുക. ഓക്കെ, കുറഞ്ഞ സമയം, ആക്യുറസി, മാക്സിമം ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതാണ് നമ്മുടെ ആ ഒരു ഫോർമുല. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എഴുതുക. ആ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഓപ്ഷൻസിൽ വരുന്നുണ്ട്. അതിൽ ഒരു ആൻസർ ആയിരിക്കും റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്നുകൊണ്ട് ചെയ്ത് നോക്കുക. അവിടെ ക്വസ്റ്റ്യൻ എഴുതി വെക്കുക കേട്ടോ. നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻസും ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് സിമ്പിൾ ടോപ്പിക് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് തന്നെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. 12:1 നമ്മൾ ചെയ്തില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഹൗ മെനി ഡിഗ്രീസ് വിൽ ബി ഫോംഡ് ഇൻ 12 minutes? അതായത് 12:1 ആകുമ്പോഴുള്ള ആംഗിൾ നമ്മൾ കണ്ടെത്തുക. അതിന്റെ ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ എ 5.5 ഡിഗ്രി ഉണ്ട്, ബി 6 ഡിഗ്രി ഉണ്ട്, സി 4.5 ഡിഗ്രി ഉണ്ട്, ഡി 5 ഡിഗ്രി ഉണ്ട്. അപ്പോൾ ആ 4 ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു ആൻസർ റൈറ്റ് ആൻസർ ഉണ്ടായിരിക്കും. ഓക്കെ, 5:23 ചെയ്തോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് വിൽ ബി ദ അക്യൂട്ട് ആംഗിൾ ബിറ്റ്വീൻ ഹാൻഡ്സ് ഓഫ് ദ ക്ലോക്ക് അറ്റ് 5:23? 5:23 ആവുന്ന സമയത്ത് ഉണ്ടാകുന്ന അക്യൂട്ട് ആംഗിൾ. ശ്രദ്ധിക്കുക, അക്യൂട്ട് ആംഗിൾ 90 ഡിഗ്രിയേക്കാളും ചെറിയ ആംഗിൾ, അതായത് ഇന്റേണൽ ആംഗിൾ. അതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉദ്ദേശിക്കുന്നത്. അത്രയും കാര്യങ്ങൾ തന്നെ നമ്മുടെ തലയിൽ കൂടെ മിന്നിമായണം. ക്ലിയർ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. നമ്മൾ ബേസിക്കായി പഠിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഒരു ടേമാണ്. ഹൗ മെനി ഡിഗ്രി ആംഗിൾസ് ഡു ദ ഹവർ നീഡിൽ മേക്ക് ഇൻ 1 minute? ഹൗ മെനി ഡിഗ്രി ആംഗിൾസ് ഡു ദ ഹവർ നീഡിൽ മേക്ക് ഇൻ 1 minute? അല്ലെ, 1 മിനിറ്റിൽ നമ്മുടെ ഹവർ ഹാൻഡ് അല്ലെങ്കിൽ മണിക്കൂർ സൂചി, ചെറിയ സൂചി എത്ര ദൂരം സഞ്ചരിക്കും അല്ലെങ്കിൽ എത്ര ആംഗിൾ സഞ്ചരിക്കും? ഓപ്ഷൻ എ 5.5 ഡിഗ്രി, ഓപ്ഷൻ ഇ
സോറി അവർ ഹാൻഡിലല്ല, അവർ ഹാൻഡ്. ഓപ്ഷൻ ബി 6 ഡിഗ്രി, ഓപ്ഷൻ സി അര ഡിഗ്രി, ഓപ്ഷൻ ഡി 6 ഡിഗ്രി. ഓപ്ഷൻ ബിയും ഡിയും സെയിം ആട്ടോ. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷനിലുണ്ട്, നമ്മൾ ബേസിക്കായിട്ട് പഠിച്ച കാര്യമാണ്, നിങ്ങളതിൻ്റെ ആൻസർ ചെയ്യുക. ഓക്കെ, അതുപോലെ നമ്മുടെ ഫസ്റ്റ് പഠിച്ചുള്ള പോയിന്റ്സ്, 4 മിനിറ്റ് ഹാൻഡ് 1 മിനിറ്റിൽ 6 ഡിഗ്രി സഞ്ചരിക്കുന്നു. അതുപോലെ 4 ഹവർ ഹാൻഡ് 1 മിനിറ്റിൽ അര ഡിഗ്രി സഞ്ചരിക്കുന്നു. അതുപോലെ ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ ഹാഫ് ഇൻറ്റു അല്ലെങ്കിൽ 1/2 ഇൻറ്റു 60 ഹവേഴ്സ് മൈനസ് 11 മിനിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലോക്കിലെ ഫസ്റ്റ് പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിന്ന് ക്ലോക്കിൽ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റുകളായിട്ട് ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ കോൺടാക്ട് നമ്പർ അറിയാം, അതിൽ വാട്സപ്പിലോ എന്ത് ചെയ്യാം, ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.